ഹലോ ഫ്രണ്ട്സ്, ഹെയർഫോർഡ് മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ കുറേ ഒരു വീഡിയോ ചെയ്തിട്ട് ഇഷ്ടമായില്ല സ്റ്റുന്. ഞാനിപ്പോൾ കുറേ ഒരു വീഡിയോ എടുത്ത് അപ്പം ഞാൻ ഓർത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നാളെ എൻ്റെ അമ്മ വരുന്നുണ്ട്. അപ്പം അമ്മ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അമ്മയുടെ റൂമിലേക്ക് ഒരു ബെഡും മാട്രസൊക്കെ മേടിക്കാൻ പോകുന്നതും, പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയുണ്ട്. അപ്പോൾ ആ പാർട്ടിയുടെ ഫോട്ടോഷൂട്ട് കവർ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ആ പാർട്ടിയുടെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. എസ്സിന് ഇഷ്ടമാണ് ഡേ ഇൻ മൈ ലൈഫ്? എസ്സിന് ഇഷ്ടമാണ് ഡേ ഇൻ മൈ ലൈഫ് ആണോ? നമുക്ക് ചെയ്തേക്കാലോ ഡേ ഇൻ മൈ ലൈഫ്. കൈ പൊട്ടിക്കണ്ട്. എസ്സിന് ഇഷ്ടമൊന്നുമല്ല വീഡിയോ എടുക്കുന്നത്. ഇപ്പം എന്തോ ഒരു ഇതിൽ അങ്ങനെ ഒരു ഇത് തന്നതാണ്. ഒരു മടുത്ത ഫ്ലൈങ് കിസ് എടുത്ത്, ഒരു ഫ്ലൈങ് കിസ് എടുത്ത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അമ്മ വരുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ചെയ്തത് കുറച്ച് വേസ്റ്റുകളൊക്കെ കൊണ്ട് കളയാനുണ്ടായിരുന്നു. ഇത് റീസൈക്ലിംഗ് സെൻ്റർ ആട്ടോ, ഹെയർഫോർഡ് എന്നുള്ള റീസൈക്ലിംഗ് സെൻ്ററാണ്. ഇവിടെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് ഡിസ്കാർഡ് ചെയ്യാം. പക്ഷെ തോന്നുന്ന പോലെ എവിടെയൊക്കെ വലിച്ചെറിയാൻ പറ്റില്ല. ഓരോന്നും ഇടേണ്ടതായ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തോന്നുന്ന ഫർണിച്ചർ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുവാണെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവരിത് നമുക്ക് റീയൂസ് ചെയ്യാവുന്ന രീതിയിൽ അത് നശിപ്പിച്ച് കളയത്തില്ല. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വേസ്റ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതവിടെ റീസൈക്കിൾ ചെയ്യുന്നത്. റീയൂസ് ചെയ്യാനാണെങ്കിൽ ഇവരെ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറായിട്ട് സെയിലായി പോയിക്കോളും അത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന എല്ലാ വേസ്റ്റും പ്രോപ്പറായ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് മാസത്തിൽ 4 അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഓരോ അപ്പോയിൻമെൻറ്റിലും നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ലോട്ട് ആ മന്തിൽ മിസ്സാവും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അമ്മ വരുന്നതിന് മുമ്പ് ഒരു മാട്രസും കോട്ടൊക്കെ നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ DFSലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇവർക്ക് മാട്രസ് അങ്ങനെ ബെഡിങ്ങുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. ഇൻ സ്റ്റോറിൽ സോഫ അങ്ങനത്തെയൊക്കെ ഉള്ളൂ, അല്ലാത്ത ഫർണിച്ചറുകളുള്ളൂ. ഇവിടെ നല്ല ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ സോഫ സെറ്റ് പുതിയ വീടൊക്കെ വാങ്ങുമ്പോൾ നല്ല സോഫയൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ പോയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നല്ല കുറേ അധികം കളക്ഷൻ ഉണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ഡ്രീംസിലേക്കാണ്. ഡ്രീംസിൽ നമുക്ക് മാട്രസൊക്കെ നല്ലത് കിട്ടും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണിപ്പോൾ. അപ്പോൾ നമ്മൾ ഡ്രീംസിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെഗാ ക്ലിയറൻസ് ഇവൻ്റ് ആണ് നടക്കുന്നത്. നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ 1000-ൻ്റെ ഒക്കെ ഒരു ബെഡ് ഫ്രെയിമൊക്കെ നോക്കിയപ്പോൾ അവിടെ അത് 350-400-നൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ആമസോണിൽ നിന്നൊക്കെ മാട്രസ് വാങ്ങും. പക്ഷെ ഞാൻ പറയും നമ്മൾ നല്ലൊരു മാട്രസിൽ ഇൻവെസ്റ്റ് ചെയ്യണത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ബാക്കിൻ്റെ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാട്രസ് അത്ര ചീപ്പൊന്നും ആയിരുന്നില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ് റേഞ്ച് തന്നെ ഒരു 500 pounds ഒക്കെ ആയിരുന്നു. മെഗാ സെയിലാണെന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം പ്രൈസിയാണ്. നമ്മൾ കിങ് സൈസാണ് മാട്രസ് നോക്കിയത്, പക്ഷെ അവർക്ക് സ്റ്റോക്കിലുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഡബിൾ സൈസ് മാട്രസ് വാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ആക്ച്വലി ഞങ്ങളതിൽ ഹാപ്പി ആയിരുന്നില്ല. കാരണം അമ്മ വരുന്നത് നാളെയാണ്. അപ്പോൾ സ്റ്റോക്കിലില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഡബിൾ സൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. സാധനം വാങ്ങിയെങ്കിലും ഞങ്ങൾ പിന്നെ ഡിസൈഡ് ചെയ്തു അത് റിട്ടേൺ ചെയ്തിട്ട് കിങ് സൈസ് തന്നെ ഓർഡർ ചെയ്യാമെന്ന്. ഇസ്തുൻ്റെ മെയിൻ ഹോബിയാണ് മടക്കി വെച്ചിട്ട് തുണികളെല്ലാം എടുത്ത് ഇങ്ങനെ താഴെ ഇടുക എന്നുള്ളത്. ഇല്ല ഇഷ്ടം അല്ലേ? ഇഷ്ടമല്ലേ ഇതൊക്കെ താഴെ ഇട്ടേക്കുന്നത്? വീട് കിടക്കുന്ന കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഈ ടോയ്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് കിടക്കും. രാവിലെ എണീറ്റ് എസ്തു താഴെ വന്ന് ഇത് ഫുള്ള് പിന്നെയും വലിച്ചിടാൻ തുടങ്ങും.
ഇവിടം തൊട്ട് അങ്ങ് കിച്ചണിൻ്റെ കയറി വരുന്ന എൻട്രൻസ് വരെയാണ് ടോയ്സ് കിടക്കുന്നത്. പിന്നെ പിള്ളേരുടെ വീട്ടിൽ ഇത് നോക്കിയിട്ട് കാര്യമില്ല. അവർ ആകെ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിനുള്ളിൽ ഇങ്ങനെ അടച്ചിട്ടൊരു ജീവിതമാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മളിനി അതെടുക്കരുത് ഇതെടുക്കരുത് ഒത്തിരി റെസ്ട്രിക്റ്റ് ചെയ്താലും അത് ശരിയായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. എസ്തോന് ഞാൻ ലഞ്ചിന് വേണ്ടി ചെറുപയറും ചോറും കൂടെ ഒന്നിച്ചിട്ടിട്ട് കുക്കറിൽ അടുപ്പിച്ചിട്ട് അങ്ങനെയുള്ളതാണ് കൊടുക്കുന്നത്. ഇത് പക്ഷേ ആക്ച്വലി ഞാൻ ഡിന്നറിന് കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന റാഗിയായിരുന്നു. ഇത് റാഗിയുടെ പൗഡറിനകത്തേക്ക് ആപ്പിൾ സ്ക്രൈപ്പ് ചെയ്തിട്ടിട്ട് പിന്നെ ഞാൻ ബട്ടർ വിട്ടിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ അത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാനോടത്ത് വൈകിട്ടും അത് തന്നെ കൊടുക്കാമെന്ന്. ഫെസ്റ്റിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കളിക്കാൻ വേണ്ടി വിടുള്ളൂ. ഇങ്ങനെ ആക്ച്വലി അടുക്കളയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ബീൻ ബാഗ് വെച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സ്റ്റെയർകേസിൻ്റെ അവിടെ നമ്മളൊരു ഗേറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗേറ്റ് നമ്മൾ സ്റ്റെയർകേസിൻ്റെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് അങ്ങനെ കയറി പോകത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ വീട് മാറാൻ വേണ്ടി ഒരു പ്ലാനിങ്ങിലാണ്. അപ്പം പിന്നെ കിച്ചൻ്റെ അവിടെയും കൂടി ഇനി വെറുതെ ഒരു ഗേറ്റൊക്കെ മേടിപ്പിച്ച് നമുക്കറിയില്ല നെക്സ്റ്റ് വീട് എങ്ങനെയാണെന്നുള്ളതിൻ്റെ അതിൻ്റെ ഇൻറ്റീരിയർ അനുസരിച്ച് ചെയ്യാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാനിവിടെ ഒരു ബീൻ ബാഗ് ഇട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ കളിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. എനിക്കിനി കിച്ചണിൽ കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു പാർട്ടിയുണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പാർട്ടിയുടെ നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോഷൂട്ടാണ്. ഇവിടെ ഒരു ടീമിനെ ഞാൻ അപ്പുറത്തിട്ട് ലോക്ക് ചെയ്തിട്ട് വന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ബീൻ ബാഗിൻ്റെ മുകളിൽ കയറി കിടപ്പുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇനി ചെയ്യുന്ന പണിയൊക്കെ? അമ്മിനി എങ്ങനെ പണിയൊക്കെ എടുക്കുക? അവിടെ കിടന്നു. ഇനിയിപ്പോൾ അപ്പയോട് ഗേറ്റ് പിടിപ്പിക്കാൻ തന്നെ പറയണമല്ലോ. ഇതൊക്കെ നിശാരം അല്ലേ? ഇതൊക്കെ നിശാരം. എന്താണ് നീ? ഇത് മാത്രമേ രക്ഷയുള്ളൂ. എസ്തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് മിസ്സസ് റൈച്ചൽ. എസ്തനെ കുളിപ്പിക്കുകയാണ് പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ്. ഞാൻ ഡെയിലി എസ്തനെ കുളിപ്പിക്കാറില്ല. കാരണം നമ്മളിങ്ങനെ കോൾഡ് വെതറായുള്ള കൺട്രീസിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഡെയിലി കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോൾ നാച്ചുറൽ ഓയിലൊക്കെ ലോസ്റ്റ് ആകുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേനും നമുക്ക് അവർക്ക് എക്സിമയൊക്കെ വരാൻ വേണ്ടി ഹൈ ചാൻസ് ആണ്. ഡെയിലി അങ്ങനെ നമ്മളങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല കുഞ്ഞുങ്ങളെ. പിന്നെ ഞാൻ അവളെ ഞാനങ്ങനെ ഒരു ആഴ്ചയിൽ 2 തവണയൊക്കെ ഞാൻ തല കുളിപ്പിക്കാറുള്ളൂ. കാരണം മുടി വല്ലാണ്ട് അങ്ങോട്ട് ഹെയർ ഫോൾ ആകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പാർട്ടിക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ ഗിയറൊക്കെയാണ് ഇരിക്കുന്നത്, ക്യാമറയും ലൈറ്റ്സും ഒക്കെയാണ്. അത് പറഞ്ഞ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണേ ഞാൻ ഫോട്ടോഷൂട്ട് ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ചുമ്മാ സാധാ ഒരു ജമ്പറാണ് ഇട്ട്. ജസ്റ്റ് താണ്ട് ഈ പിങ്ക് ഔട്ട്ഫിറ്റും